നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. പലസ്തീൻ സ്വതന്ത്രമാകുക തന്നെ ചെയ്യും. കഫി അണിഞ്ഞ് ഐക്യദാർഢ്യവുമായി CPM പാർട്ടി കോൺഗ്രസ് പ്രതിനിധികൾ. നടൻ രവികുമാർ അന്തരിച്ചു. വിട പറഞ്ഞത് ഒരു കാലഘട്ടത്തിന്റെ പ്രണയമുഖം. വിഷു കൈനീട്ടം ക്ഷേമ പെൻഷന്റെ ഒരു ഗഡു അനുവദിച്ചു. പറയാൻ സൗകര്യമില്ല, നിങ്ങൾ ആരാണ്? ജബൽപൂർ വിഷയത്തിലെ ചോദ്യങ്ങളോട് പൊട്ടിത്തെറിച്ച് സുരേഷ് ഗോപി. മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീട്ടിൽ മിന്നൽ റെയ്ഡ്, 4 പേരെ കസ്റ്റഡിയിലെടുത്തു. ഗോകുലം ഗോപാലന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ED റെയ്ഡ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡ പെൻഷൻ കൂടി അനുവദിച്ചു. ഏപ്രിൽ മാസത്തെ പെൻഷനാണ് വിഷുവിന് മുൻപ് വിതരണം ചെയ്യുന്നത്. ഇതിനായി 820 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 60 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിലും തുക എത്തിക്കും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. വിഷുവിന് മുൻപ് മുഴുവൻ പേർക്കും പെൻഷൻ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് മന്ത്രി ബാലഗോപാൽ നിർദ്ദേശിച്ചു. 8,46,000 പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 24 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. പലസ്തീൻ ജനതയ്ക്ക് CPIM പാർട്ടി കോൺഗ്രസിന്റെ ഐക്യദാർഢ്യം. ഇസ്രയേൽ പലസ്തീൻ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കണമെന്ന് അടിയന്തരമായി സ്ഥിരമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും പാർട്ടി കോൺഗ്രസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പലസ്തീന് ഒപ്പമാണെന്ന് പ്രഖ്യാപിച്ച് കഫിയ അണിഞ്ഞാണ് പാർട്ടി കോൺഗ്രസ് പ്രതിനിധികൾ എത്തിയത്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയെ അപലപിച്ച പാർട്ടി കോൺഗ്രസ് അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. പലസ്തീൻ ദേശീയതയുടെ പ്രതീകമായി കഫിയ അണിഞ്ഞ് മുദ്രാവാക്യം വിളികളോടെയാണ് പ്രതിനിധികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പാർട്ടി കോൺഗ്രസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ജനത പലസ്തീനൊപ്പം നിൽക്കണമെന്നും പാർട്ടി കോൺഗ്രസ് പ്രമേയത്തിലൂടെ അഭ്യർത്ഥിച്ചു. പറയാൻ സൗകര്യമില്ല, നിങ്ങൾ ആരാണ്? ജബൽപൂർ വിഷയത്തിലെ ചോദ്യങ്ങളോട് പൊട്ടിത്തെറിച്ച് സുരേഷ് ഗോപി. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും MPമാർ രേഖപ്പെടുത്തിയ ആശങ്കകൾക്ക് എന്തടിസ്ഥാനമാണുള്ളതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മുസ്ലിങ്ങൾക്ക് ഇതെല്ലാം കുഴപ്പമാണെന്നുള്ള ദുഷ്പ്രചരണമാണ് പാർലമെന്റിലെ വാദങ്ങളിലൂടെ MPമാർ നടത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജബൽപൂരിൽ വൈദികർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരോട് കേന്ദ്രമന്ത്രി കയർക്കുകയും ചെയ്തു. നിങ്ങളാരോടാണ് ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമം ആരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ചോദ്യം പ്രസക്തമാണല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ മറുപടി പറഞ്ഞപ്പോൾ സൗകര്യമില്ല പറയാനെന്നും ജബൽപൂരിൽ സംഭവിച്ചതിന് നിയമപരമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം രോക്ഷത്തോടെ പ്രതികരിച്ചു. ഈ മറുപടിയാണോ പറയേണ്ടതെന്ന് മാധ്യമപ്രവർത്തകരുടെ മറുപടിക്ക് പിന്നിലെ സുരേഷ് ഗോപി പ്രകോപിതനായി. അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ച മതിയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഒരു സീറ്റ് പൂട്ടിക്കുമെന്ന് ബ്രിട്ടാസ് പറഞ്ഞതിനോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത് എന്നാണ് സുരേഷ് ഗോപി മറുപടി. കളരിവാതുക്കൽ ക്ഷേത്രക്കുളത്തിലെ നവീകരണ പ്രവൃത്തി തുടങ്ങി. വളപട്ടണം പഞ്ചായത്തിലെ കളരിവാതുക്കൽ ക്ഷേത്രക്കുളം നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം KV സുമേഷ് MLA നിർവഹിച്ചു. 1500 വർഷത്തോളം പഴക്കമുള്ള കളരിവാതുക്കൽ ക്ഷേത്രത്തിന്റെ കുളം നവീകരിക്കാൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 80 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. നവീകരണത്തിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. മെയ് മാസത്തോടെ നവീകരിച്ച പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് MLA പറഞ്ഞു. വർഷങ്ങളായി ശോചനീയാവസ്ഥയിലായിരുന്ന കുളം നവീകരിക്കണമെന്ന പ്രദേശവാസികളുടെയും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും ആവശ്യത്തെ തുടർന്ന് MLA തുക അനുവദിക്കുകയായിരുന്നു. എഞ്ചിനീയറിംഗ് വിഭാഗം വിശദമായ എസ്റ്റിമേറ്റും തയ്യാറാക്കി. വളപട്ടണത്തെ പ്രധാനപ്പെട്ട പൈതൃക കേന്ദ്രമാണ് കളരിവാതുക്കൽ ക്ഷേത്രവും ക്ഷേത്രക്കുളവും. പരിപാടിയിൽ ക്ഷേത്ര മാനേജർ PV ചന്ദ്രശേഖർ, CK സുരേഷ് വർമ്മ, AT ഷഹീർ, VK ലളിതാദേവി, PV രാധിക, TK പത്മനാഭൻ, PJ പ്രജിത് നാരായണൻ എന്നിവർ സംസാരിച്ചു. പ്രമുഖ വ്യവസായിയും നിർമ്മാതാവുമായ ഗോകുലം ഗോപാലന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ED
റെയ്ഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തു. കോഴിക്കോട്ടെയും ചെന്നൈയിലെയും സ്ഥാപനങ്ങളിലെയും വീട്ടിലും ഇ.ഡി. റെയ്ഡ് 3 മണിക്കൂറോളം നീണ്ടുനിന്ന റെയ്ഡ് നടത്തി. ചെന്നൈ കോടമ്പക്കത്തെ ഗോകുലം ഫീഡ്സ് ആൻഡ് ഫീൽഡ്സിലും കോഴിക്കോട് അരിയിടത്തുപാലത്തെ ഗോകുലം ഗ്രാൻഡ് കോഓപ്പറേറ്റീവ് ഓഫീസിലുമാണ് രാവിലെ മുതൽ പരിശോധന നടത്തിയത്. ഇ.ഡി. റെയ്ഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഏറെ വിവാദമായ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാണ് ഗോകുലം ഗോപാലൻ. ഈ ചിത്രം 200 കോടി ക്ലബിൽ ഇടം നേടിയതിന് പിന്നാലെയാണ് റെയ്ഡ്. സംഘാടക സമിതി രൂപീകരണ യോഗം 9-ന്. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ സദസ്സുകൾ ഉൾപ്പെടെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ഏപ്രിൽ 9-ന് രാവിലെ 9:30-ന് ജില്ലാ പഞ്ചായത്ത് മിനി കോൺഫറൻസ് ഹാളിൽ ചേരും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷനാകും. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം വി.കെ. സനോജ് യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാന കായിക യുവജനകാര്യ വകുപ്പ് വിവിധ വകുപ്പുകളുമായി ചേർന്ന് നടത്തുന്ന ബഹുജന മുന്നേറ്റത്തിന്റെ ഭാഗമായാണ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിപാടിയിൽ രാഷ്ട്രീയ പാർട്ടികൾ, യുവജന, വിദ്യാർത്ഥി, മഹിളാ സംഘടനകൾ, മതസാമുദായിക സംഘടനകൾ, ക്ഷേത്ര പള്ളി കമ്മിറ്റികൾ, മാതൃസമിതികൾ, PTA, മദർ PTA, അധ്യാപകർ തുടങ്ങിയ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കണമെന്ന് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി അറിയിച്ചു. ചലച്ചിത്ര നടൻ രവികുമാർ അന്തരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10:30-ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തൃശൂർ സ്വദേശിയാണ്. 100-ലേറെ മലയാള ചിത്രത്തിലും നിരവധി തമിഴ് ചിത്രങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. 1967-ൽ ഇന്ദുലേഖ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. M. കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത അമ്മ എന്ന ചിത്രമാണ് രവികുമാറിനെ സിനിമയിൽ ശ്രദ്ധേയനാക്കിയത്. ലിസ, അവളുടെ രാവുകൾ, അങ്ങാടി, സർപ്പം, തീക്കടൽ, അനുപല്ലവി തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. CBI 5 ആണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം. ഒരു കാലഘട്ടത്തിന്റെ പ്രണയമുഖമാണ് യവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. 1975-ൽ ഉല്ലാസയാത്ര എന്ന ചിത്രത്തിലൂടെയാണ് രവികുമാർ മേനോൻ എന്ന രവികുമാർ അഭിനയ രംഗത്തെത്തിയത്. AB രാജ് സംവിധാനം ചെയ്ത ആ സിനിമയിൽ നായകവേഷത്തിലെത്തിയ അദ്ദേഹം പിന്നീട് നിരവധി സിനിമകളിൽ പ്രണയനായകനായി എത്തി. മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി. രവികുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നത് രവികുമാറിന്റെ സാന്നിധ്യത്തോടെയാണ്. ഹരിതം അതിദാരിദ്ര്യമുക്തം മുന്നേറ്റത്തിന്റെ പാതയിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായും അതിദാരിദ്ര്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായും രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രഖ്യാപിച്ചു. നവകേരള സൃഷ്ടിക്കാമായി മാലിന്യമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ സാധിക്കണമെന്നും അതിനായി കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകൾ, മികച്ച സ്ഥാപനങ്ങൾ, ടൗണുകൾ എന്നിവയ്ക്കുള്ള പുരസ്കാരം വിതരണവും മന്ത്രി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളായും 36 ടൗണുകൾ ഹരിത ടൗണുകളായും 1549 അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടങ്ങളായും 213 സ്ഥാപനങ്ങളെ ഹരിത സ്ഥാപനങ്ങളായും 183 അങ്കണവാടികളെ ഹരിത അങ്കണവാടികളായും 22 ഇടങ്ങളെ ഹരിത പൊതു ഇടങ്ങളായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ 6 പച്ചത്തുരുത്തുകളുണ്ട്. 7 MCF, 182 മിനി MCF, 248 ബോട്ടിൽ ബൂത്തുകൾ എന്നീ അടിസ്ഥാന സൗകര്യങ്ങളും ബ്ലോക്കിലുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളിലായി 141 കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യമുക്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. ഈ കുടുംബങ്ങളിലെ 239 വ്യക്തികൾ പാർപ്പിട ഭൂമി, ആവശ്യമായ ചികിത്സ, ഭക്ഷണം, മരുന്ന്, വീട്, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ സേവനങ്ങൾ നൽകിയും അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചത്. 76 പേർക്ക് ഭക്ഷണം, 98 പേർക്ക് ആരോഗ്യം, 12 പേർക്ക് വീട്, 3 പേർക്ക് വീടും സ്ഥലവും, 28 പേർക്ക് വീടും അറ്റകുറ്റപ്പണികൾ എന്നിവയാണ് ചെയ്തു നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം കൊങ്കി രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വസന്തൻ, എരനോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ, അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ, ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK രവി, ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK സെയ്തു, മൂപ്പങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സജിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സ്ഥിരം സമിതി അംഗങ്ങളായ KT ഫർസാന, രജിത പ്രദീപ്, KD മഞ്ജുഷ, ബ്ലോക്ക് ജോയിന്റ് ഡെവലപ്മെന്റ് ഓഫീസർ N സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
പട്ടണ വെസ്റ്റ് യു പി സ്കൂൾ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നഴ്സറി ഫെസ്റ്റ് നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സർവകലാശാല സാഹിത്യ സംഗീത പ്രതിഭ കൃഷ്ണൻ ഉണ്ണി CS വിശിഷ്ട അതിഥിയെ മുൻ ഹെഡ് മാസ്റ്ററും അധ്യാപക അവാർഡ് ജേതാവുമായ VK രഞ്ജിത് കുമാർ എൻഡോമെന്റ് വിതരണം ചെയ്തു. സംഘാടന സമിതി വൈസ് ചെയർമാൻ PK രാജൻ ഉപഹാരം വിതരണം ചെയ്തു. ജിനു ആയിച്ചങ്കണ്ടി അനുമോദന ഭാഷണം നടത്തി. കോർപ്പറേഷൻ കൗൺസിലർ PV കൃഷ്ണകുമാർ അധ്യക്ഷനായി. സുജയ, നീന VP, സിദ്ധാര, വിനീത് KV എന്നിവർ സംസാരിച്ചു. അഡ്മിനിസ്ട്രേറ്റർ K പ്രസീദ സ്വാഗതവും A ജസ്ന നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ കലാപരിപാടികളുമുണ്ടായി. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായിരുന്ന A ജനാർദ്ദനൻ, E ജനാർദ്ദനൻ എന്നിവരെ അനുസ്മരിച്ചു. കണ്ണൂർ ശിക്ഷക സദനിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു മന്ത്രിയും കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ രാമേന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. KV സുമേഷ് MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് KK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. EPR വേശാല, U ബാബു ഗോപിനാഥ്, M ഉണ്ണികൃഷ്ണൻ, KP ദിലീപ്, രാജേഷ് മാത്യു പുതുപ്പറമ്പിൽ, KV ദേവദാസ്, KP ഗോവിന്ദൻ, സോമശേഖരൻ, V രഘുത്തമൻ, സന്തോഷ് കാല, KV ഗിരീഷ്, സന്തോഷ് കിരിയാട്, K സുലോചന, അബ്ദുൽ ഖാദർ KC, NCP ഗോപികൃഷ്ണൻ, KV തമ്പാൻ എന്നിവർ സംസാരിച്ചു. UP സ്കൂൾ 100ാം വാർഷിക സമാപനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഞായർ ചൊവ്വ ദിവസങ്ങൾ നടക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച രാവിലെ 10-ന് പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് മുഖ്യാതിഥിയാകും. അധ്യാപകരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പത്മനാഭൻ ആദരിക്കും. ലഹരിവിരുദ്ധ ക്ലാസ് മട്ടന്നൂർ ASI രാജീവൻ T വേങ്ങാട് എടുക്കും. പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഒരു വർഷം നീണ്ടുനിന്ന 100ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ചൊവ്വാഴ്ച സമാപിക്കും. സമാപന സമ്മേളനം വൈകിട്ട് 5-ന് CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIAയുടെ റെയ്ഡ്. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് കൊച്ചി NIA സംഘം റെയ്ഡ് തുടങ്ങിയത്. 1 മണിക്കൂറിനുള്ളിൽ റെയ്ഡ് പൂർത്തിയായി. ഇതിനു പിന്നാലെ 4 പേരെ NIA കസ്റ്റഡിയിലെടുത്തു. ഷിഹാബ്, സൈദലവി, ഖാലിദ്, ഇർഷാദ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്നാണ് വിവരം. കസ്റ്റഡിയിലുള്ളവരിൽ ഒരാൾ SDPI ബ്രാഞ്ച് സെക്രട്ടറിയും 2 പേർ സ്വർണ്ണപ്പണിക്കാരുമാണ്. 5 വീടുകളിലാണ് പരിശോധന നടന്നത്. പാലക്കാട് ശ്രീനിവാസൻ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന റെയ്ഡിനെ തുടർന്ന് 2 SDPI പ്രവർത്തകർ കസ്റ്റഡിയിലായിരുന്നു. മഞ്ചേരി സ്വദേശികളായ സലീം, അഖിൽ എന്നിവരെയാണ് NIA കസ്റ്റഡിയിലെടുത്തത്. രാപ്പകൽ സമരം നടത്തി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് യഥാസമയം ഫണ്ട് അനുവദിക്കാതെ വികസന പ്രവർത്തനങ്ങളെ സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. UDFിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റ് പടിക്കൽ ആരംഭിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കായിരുന്നു അദ്ദേഹം. സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് KP താഹിർ അധ്യക്ഷത വഹിച്ചു. CM ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു. UDF നേതാക്കളായ അഡ്വക്കേറ്റ് TO മോഹനൻ, മുസ്ലിം മഠത്തിൽ P ഇന്ദിര, VP സമീർ, VV പുരുഷോത്തമൻ, MP മുഹമ്മദ് അലി, ഇല്ലിക്കൽ അഗസ്റ്റി, PN അഷ്റഫ് ബംഗാളി മൊഹല്ല, സുരേഷ് ബാബു അലിയാവൂർ, P മാധവൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് PP അബ്ദുൾ റഷീദ് കൗമായി, മനോജ് കുവേരി, CV സന്തോഷ് കുമാർ, ആഹുൽ കായക്കൽ, കുക്കിരി രാജേഷ്, ലക്ഷ്മണൻ തൊണ്ടിക്കോത്ത്, BK അഹമ്മദ്, PC അഹമ്മദ് കുട്ടി, മൊയ്തു താഴത്ത്, നൌഷാദ് TK, ഉഷ അരവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ തീരുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.